നമ്മളിൽ പലരും ഓഷോയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവരും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലെ ആശയങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത മറ്റൊരു മുഖം കൂടി ഓഷോയ്ക്കുണ്ട്. ആൾദൈവങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചാൽ മനസ്സിലാകും എല്ലാ ആൾദൈവങ്ങൾക്കും വൃത്തികെട്ട മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന്. അത് ജനങ്ങൾ മനസ്സിലാക്കാൻ വളരെ വൈകിട്ടുമുണ്ടാകും. അതിനുള്ളിൽ എല്ലാ വൃത്തികേടുകളും കാണിച്ചു കൂട്ടിയിട്ടുണ്ടാകും ഈ ആൾദൈവങ്ങൾ. ഓഷോയുടെ ആശ്രമങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ലൈംഗിക വീഴ്ചകൾ കാണുന്നത് കുട്ടികൾക്ക് നല്ലതാണെന്നായിരുന്നു അവിടുത്തെ തത്വശാസ്ത്രം. ഓരോ കൂടാരങ്ങളും കയറിയിറങ്ങി ലൈംഗിക വൃത്തികൾ കാണുന്നതായിരുന്നു അന്ന് ഞങ്ങൾക്ക് പണി. അവൻ ഇത്തിരി തടിയനാണല്ലോ, അവൾ ആർത്തവത്തിലാണെന്ന് തോന്നുന്നു, അവരെന്താ പൊസിഷൻ മാറ്റാത്തത്, സ്പോർട്സ് കമൻറ്റേറ്റർമാരെ പോലെ പറഞ്ഞു നടക്കുകയായിരുന്നു അന്ന് ഞങ്ങൾ. രാത്രി കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ അതേ ബെഡിൽ തന്നെ തൊട്ടരികിൽ ആരെങ്കിലുമൊക്കെ സെക്സ് ചെയ്യാനുണ്ടാകും. ഓഷോ എന്ന പേരിൽ പ്രശസ്തനായ ഇന്ത്യൻ ആൾദൈവം രജനീഷിൻ്റെ ആശ്രമങ്ങളിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നേരിട്ട ലൈംഗിക പീഡന പരമ്പരകളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പൗരയായ പ്രേം സർഗം. പൂനെ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആശ്രമങ്ങളിലായി 12 വയസ്സ് തികയും മുമ്പ് 50-ലേറെ ആളുകൾ പീഡനത്തിനിരയാക്കിയെന്നാണ് ബ്രിട്ടീഷ് മാധ്യമമായ ദി ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ അവർ വെളിപ്പെടുത്തിയത്. ലിവ് ഇൻ ലവ് എന്ന തത്വശാസ്ത്രം പരിചയപ്പെടുത്തി ആശ്രമങ്ങളിൽ പാപബോധങ്ങൾ ഒന്നുമില്ലാതെ സ്വതന്ത്രമായി സെക്സ് ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുകയായിരുന്നു ഓഷോ എന്നാണ് അവർ പറയുന്നത്. കുട്ടികളും സെക്സ് കാണണമെന്നും അതൊരു ലഗ്നിക്കേണ്ട കാര്യമല്ലെന്നുമാണ് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. സ്നേഹത്തിലൂടെയും സെക്സിലൂടെയും മാത്രമേ സ്വാതന്ത്ര്യം സാധ്യമാകൂ എന്നായിരുന്നു ഓഷോ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നത്. മാതാപിതാക്കളുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് തടസ്സം വരാതിരിക്കാൻ കുട്ടികളെ മറ്റ് ആശ്രമ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തിരുന്നതെന്നും ഇപ്പോൾ 54-കാരിയായ സർഗം വെളിപ്പെടുത്തുന്നു. പ്രേം സർഗത്തിന് 6 വയസ്സുള്ളപ്പോഴാണ് ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ IBM-ലെ ജോലി ഉപേക്ഷിച്ച് അച്ഛൻ ദേവനിലെ വീട് വിട്ടിറങ്ങുന്നത്. ആത്മീയ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ പൂനെയിലേക്കായിരുന്നു ആ യാത്ര. 1 വർഷത്തിനകം തന്നെ സർഗത്തെയും അമ്മയെയും കൂടെ അച്ഛൻ ഇന്ത്യയിലെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 6-ാം വയസ്സിൽ തന്നെ കാഷായ വസ്ത്രം ധരിച്ച് ഓഷോ സന്യാസിയാകുന്നു സർഗം. കുറച്ചുനാൾ കഴിഞ്ഞ് മാതാപിതാക്കളിൽ നിന്ന് മാറ്റി മറ്റൊരു ആശ്രമ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ പഠനമോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞു പ്രായത്തിലുള്ള കളിയും രസങ്ങളുമില്ല. രാത്രിയും പകലും ഒന്നുമില്ലാതെ അടുക്കളയിൽ 12 മണിക്കൂർ ജോലിയിലായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആ പ്രായത്തിൽ കാണുന്നതെല്ലാം സെക്സ് ആയിരുന്നു. ആശ്രമത്തിലെ ഓരോ കൂടാരങ്ങളിലും ആണും പെണ്ണും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് കണ്ടു നിൽക്കുകയായിരുന്നു പണി. രാത്രി കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ അതേ ബെഡിൽ ആരെങ്കിലും വന്ന് സെക്സിൽ ഏർപ്പെടുന്നുണ്ടാകും. ഇതോടൊപ്പം സെക്സുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ചിത്രങ്ങളുമായിരുന്നു എങ്ങും. 7-ാം വയസ്സിൽ തന്നെ മുതിർന്നൊരു പുരുഷൻ സർഗത്തെ ലൈംഗികമായി ഉപയോഗിച്ചു. മാസങ്ങളോളം മിഠായി നൽകി പ്രലോഭിപ്പിച്ചായിരുന്നു ഇത്. 16 വയസ്സ് പിന്നിടുമ്പോഴാണ് അന്ന് സംഭവിച്ചിരുന്നത് എന്തായിരുന്നു എന്ന് മനസ്സിലാകുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അന്നു മുതൽ 11-ാം വയസ്സ് വരെ ആശ്രമത്തിലെ ഗാർഡുകൾ പലതരത്തിലുള്ള ലൈംഗിക വൃത്തികൾക്കായി അവളെയും ഒപ്പമുണ്ടായിരുന്ന കുട്ടികളെയും ഉപയോഗിച്ചു. പല പുരുഷന്മാരുമായും സെക്സിലേർപ്പെടാൻ നിർബന്ധിക്കപ്പെട്ടു. ഇതെല്ലാം ഇന്ത്യയിലെ ആശ്രമത്തിലായിരുന്നു സംഭവിച്ചത്. 11-ാം വയസ്സിൽ ഇംഗ്ലണ്ടിലെ സഫോക്കിലുള്ള മെദീന ആശ്രമത്തിലേക്ക് സർഗത്തെ കൊണ്ടുപോയി. അവിടെ ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാൻ എന്ന് പറഞ്ഞാണ് മിൽഡൻ ഹാളിലെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഹൗസിൽ എത്തിക്കുന്നത്. ഒറ്റയ്ക്കായിരുന്നു സർഗം. മാതാപിതാക്കളോ ഇന്ത്യയിലെ ആശ്രമത്തിൽ പരിചയപ്പെട്ട കുട്ടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രം മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നേരിട്ട ലൈംഗിക ചൂഷണം അവിടെ മുടക്കമില്ലാതെ തുടർന്നു. ഇവിടെ 6 മാസം കഴിഞ്ഞ് US-ലെ ഒറിഗോണിലുള്ള ആശ്രമത്തിലെത്തി. അവിടെ അമ്മയുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് മുതിർന്നവരുമായി സെക്സിലേർപ്പെടാൻ സർഗത്തിന് പരിശീലനം ലഭിക്കുന്നത്. അവിടെ വെച്ച് തന്നെ കന്യകാത്വവും നഷ്ടപ്പെട്ടു. അവിടെ വെറും 3 വർഷത്തിനിടെ 50ഓളം പുരുഷന്മാരാൽ ലൈംഗിക പീഡനത്തിന് ഇരയായി സർഗം. ലൈംഗിക അടിമയെ പോലെയായിരുന്നു പെരുമാറിയിരുന്നത്. ഒറിഗോൺ ആശ്രമത്തിൽ 70ഉം 150ഉം പേർ പീഡനത്തിന് ഇരയാക്കിയ കുട്ടികൾ ഉണ്ടായിരുന്നുവെന്ന് സർഗം വെളിപ്പെടുത്തിയിരുന്നു. സർഗം ഒരൊറ്റ ആളല്ല. എണ്ണമറ്റ കുഞ്ഞുങ്ങൾ ഓഷോ ആശ്രമങ്ങളിൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിനും വൈകൃതങ്ങൾക്കും ഇരയായിരുന്നു. ഇതിനു മുമ്പും ഓഷോ ആശ്രമങ്ങളിലെ ലൈംഗിക ചൂഷണത്തിൻ്റെ കഥകൾ പുറത്തു വരികയും അമേരിക്കയിൽ ഉൾപ്പെടെ വലിയ അന്വേഷണ കോലാഹലങ്ങൾക്കും നിയമ നടപടികൾക്കും ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. രജനീഷിനെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയതും ഇതിൻ്റെ തുടർച്ചയായിരുന്നു. എന്നാൽ കുട്ടികൾ നേരിട്ട പീഡന പരമ്പരകളുടെ വിവരങ്ങൾ അടുത്തിടെയാണ് പുറം ലോകം അറിയുന്നത്.
പ്രേംസർഗത്തിന് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ മരോസ്റ്റ പെരിസോണിയ സംവിധാനം ചെയ്ത ചിൽഡ്രൻ ഓഫ് ദി കൾട്ട് എന്ന ഡോക്യുമെൻ്ററി ആ ക്രൂരതകളിലേക്കാണ് ക്യാമറ തിരിക്കുന്നത്. നിരവധി അതിജീവിതകളാണ് ഓഷോ ആശ്രമങ്ങളിൽ തങ്ങൾ നേരിട്ട പീഡന കഥകൾ ഡോക്യുമെൻ്ററിയിൽ വെളിപ്പെടുത്തുന്നത്. കുഞ്ഞായിരിക്കെ മുതിർന്ന സ്ത്രീകളുടെ പീഡനത്തിനിരയായ പുരുഷന്മാരും ഉണ്ട് ആ കൂട്ടത്തിൽ. ആംസ്റ്റർഡാമിലെ ആശ്രമത്തിലാണ് പെരിസോണിയസ് ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയായത്. 13-ാം വയസ്സിൽ 3 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് അവരെ അന്ന് പീഡനത്തിനിരയാക്കിയത്. 2021 ഫേസ്ബുക്കിലൂടെയാണ് അവർ കുറ്റവാളികളുടെ പേര് പറഞ്ഞ് ആദ്യമായി പരസ്യ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇതിന് പിന്നാലെ തങ്ങൾ നേരിട്ട സമാന അനുഭവങ്ങളും പറഞ്ഞ് വലിയൊരു കൂട്ടം പുറത്തു വന്നു. ഓഷോ കേന്ദ്രങ്ങളിലെങ്ങും സെക്സ് ആയിരുന്നു എന്നാണ് പെരിസോണിയസ് പറയുന്നത്. ഒരു അതിരുമില്ലാത്ത ഒരു ലോകമായിരുന്നു അത്. ഗർഭനിരോധന ഉറകൾ കാണാമായിരുന്നു എല്ലായിടത്തും. ഓരോ കുട്ടിക്കും ഗർഭനിരോധന ഉറകളും ഗ്ലൗകളും അടങ്ങിയ അലമാര തന്നെ ഉണ്ടായിരുന്നു. എയ്ഡ്സ് സാധ്യതകൾ പറഞ്ഞു പേടിപ്പിച്ചും കോണ്ടോം ഗ്ലൗവും ഉപയോഗിച്ച് മാത്രമേ സെക്സ് പാടുള്ളൂ എന്നും കുട്ടികളെ പഠിപ്പിച്ചിരുന്നുവത്രേ. ഇതെല്ലാം എന്തിനാണെന്നറിയാതെ കുട്ടികളായിരുന്ന തങ്ങൾ അതിൽ വെള്ളം നിറച്ച് പരസ്പരം എറിഞ്ഞു കളിക്കുമായിരുന്നുവെന്നും മരോസ്റ്റ പെരിസോണിയസ് പറയുന്നുണ്ട്. പെൺ ആൾദൈവമാണെങ്കിലും ആൺ ആൾദൈവമാണെങ്കിലും ഇടയ്ക്കിടെ അറിയിപ്പൊന്നും കൂടാതെ ഇത്തരം ആശ്രമങ്ങൾക്കുള്ളിൽ കയറി പോലീസ് പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ കള്ളക്കടത്തുകൾ, മയക്കുമരുന്ന് വ്യാപാരം, പീഡനങ്ങൾ പുറത്തു വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇരകൾക്ക് പേടി കൂടാതെ പറയാൻ പറ്റുന്ന സമയത്തായിരിക്കും. അപ്പോഴേക്കും കാലം ഒരുപാട് കടന്നു പോയിട്ടുണ്ടാകും. കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുകയുമില്ല. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ രാഷ്ട്രീയ മേലാളന്മാർക്കോ അതിനുള്ള ചങ്കുറപ്പില്ല. അത് മാത്രമല്ല, ആൾദൈവങ്ങളുടെ പണം പറ്റുന്നവരാവും കൂടുതലും. പോലീസിന് ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത രീതിയിൽ മതമെന്ന കറുപ്പ് കൊണ്ട് ഇവറ്റകളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യും ഇവിടുത്തെ മതഭ്രാന്ത് പിടിച്ച സമൂഹം. ഓഷോ നല്ല അറിവുള്ള വ്യക്തിയാണ്. അയാളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്കും പ്രഭാഷണം കേട്ടിട്ടുള്ളവർക്കും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമാകും. ചിലരങ്ങനെയാണ്. വ്യത്യസ്തമായ 2 മുഖങ്ങൾ. ഒന്ന് വളരെ നല്ലവനും പാണ്ഡിത്യമുള്ളവനും നല്ല വാക്ചാതുര്യമുള്ളവനും ആരെയും തൻ്റെ വാക്കുകളിലൂടെ വീഴ്ത്താൻ കഴിവുള്ളവനുമായിരിക്കും. അധികം ആരും അറിയാത്ത മറ്റൊരു വൈകൃതം നിറഞ്ഞ വൃത്തികെട്ട മുഖം അയാൾക്കുണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് വിശ്വസിക്കാനും പ്രയാസമായിരിക്കും.